സന്ദേശകാരിയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? സന്ദേശകലിയിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. വെറും മാറ്റമല്ല, ഒരു മെറ്റമോർഫോസിസ് വന്നിട്ടുണ്ട്. സ്ത്രീകൾ, അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞു. അവർ തങ്ങളുടെ അക്രമികൾക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്തി വരുന്നു. അവരിൽ നിന്ന് അക്രമികൾ പിടിച്ചെടുത്ത ഭൂമി അവരെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ഒരു ഉണർവ് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ രാജ്യത്തിൻ്റെ ശ്രദ്ധ, ലോകത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. ഈ സന്ദേശകലിയെ മറ്റൊരു നന്ദിഗ്രാമിനോടാണ് പലരും ഉപമിക്കുന്നത്. സന്ദേശകലി സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും സ്ത്രീകളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. അതിന് ദേശീയ പ്രാധാന്യമുണ്ട്, അന്തർദേശീയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമന്ത്രി അടുത്ത ദിവസം കൊൽക്കത്തയിൽ എത്തുന്നുണ്ടല്ലോ, ഈ വിഷയം ചർച്ചയാകുമോ? പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അദ്ദേഹം ഏതൊക്കെ വിഷയം ചർച്ച ചെയ്യുന്നു എന്നത് തൽക്കാലം അത് കോൺഫിഡൻഷ്യലാണ്. അധികം താമസിയാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അത് വെളിപ്പെടുത്തും. അതുവരെ കാത്തിരിക്കുക. ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ്? ആദ്യമായി സന്ദേശകലിൽ എത്തുന്നത് ഗവർണറാണ്. അതുവരെ പ്രതിപക്ഷത്തിനോട് എത്താൻ സാധിക്കുമായിരുന്നില്ല, ആർക്കും സാധിക്കുമായിരുന്നില്ല. കാരണം നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. പത്രപ്രവർത്തകരെ പോലും അവിടെ കയറ്റിയിരുന്നില്ല. ആദ്യമായി മാധ്യമപ്രവർത്തകർ സന്ദേശകലിയിൽ വരുന്നത് ഗവർണറുടെ കൂടെയാണ്. മാധ്യമപ്രവർത്തകർ അവിടെ ശക്തമായി അവരുടെ സാന്നിധ്യം രേഖപ്പെടുത്തി കഴിഞ്ഞു. അവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായും വൈകാതെ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു, അല്ലേ? സംശയമില്ല, തീർച്ചയായിട്ടും. ഭരണഘടനാപരമായും നിയമപരമായും ശക്തമായ നടപടികൾ സ്വീകരിക്കും. സന്ദേശകലിയിൽ ഇനി ഇതുപോലെയൊന്നും ഉണ്ടാവാതിരിക്കാൻ, ഇതുപോലുള്ള സന്ദേശകലി ഇനി നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും.